അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാഗരിക വികാസ പരിണാമങ്ങളുടെ നിരവധി അടരുകൾ പിന്നിട്ടാണ് ആധുനിക മനുഷ്യൻ വർത്തമാന കാലഘട്ടത്തിൽ എത്തിയിട്ടുള്ളത്. ഭൗതിക പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കഴിയുമ്പോഴും അവൻ്റെ സ്വത്വബോധം കാത്തുസൂക്ഷിക്കാനും ലക്ഷ്യബോധത്തോടെ ജീവിത പ്രയാണം നടത്താനും അവനെ പ്രേരിപ്പിച്ചത് ആത്മനിഷ്ഠമായ ദൈവബോധമാണ്. പരസ്പര ബന്ധമില്ലാത്ത തികച്ചും ഒറ്റപ്പെട്ടു കഴിഞ്ഞ പൗരാണിക ഗോത്ര വിഭാഗങ്ങളിൽ പോലും എങ്ങനെയാണ് ഒരു ഏകദൈവത്തെക്കുറിച്ച് ബോധം നിലനിന്നത് എന്നത് ദൈവനിരാസത്തിൻ്റെ വക്താക്കൾക്ക് ഇന്നേ വരെ മറുപടി നൽകാൻ കഴിയാത്ത കാര്യമാണ്. പ്രപഞ്ച സൃഷ്ടികളിൽ സവിശേഷമായ ശാരീരിക ഘടനയും ഭൗതിക നിലവാരവും വെച്ചു പുലർത്തുന്ന മനുഷ്യർ ചിന്താ സ്വാതന്ത്ര്യവും പ്രവർത്തനാ സ്വാതന്ത്ര്യവും നൽകപ്പെട്ടത് കൊണ്ടുതന്നെ ജൈവികമായ ബോധത്തിനപ്പുറം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയുമായും ബന്ധപ്പെട്ട് അവന് ലഭിക്കേണ്ടത് അനിവാര്യമാണ്. വൈയക്തിക സാമൂഹിക മേഖലകളിൽ സമാധാനം കൈവരണമെങ്കിൽ ധർമ്മനിഷ്ഠമായ ജീവിതം അനിവാര്യമാണെന്നിരിക്കെ ധർമാധർമ്മങ്ങളുടെ വ്യവച്ഛേദനം എങ്ങനെ സാധ്യമാകുമെന്നത് ഒരു പ്രശ്നമാണ്. ഈ ദൗത്യമാണ് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദൗത്യ നിർവഹണം നിൽക്കാതെ തുടരുക എന്നത് മാനവകുലത്തിൻ്റെ അനിവാര്യതയാണ്. അധർമ്മത്തിനെതിരെയുള്ള ധർമ്മത്തിൻ്റെ പോരാട്ടം, അനീതിക്കെതിരെയുള്ള നീതിയുടെ വിരൽ ചൂണ്ടൽ, തിന്മകൾക്കെതിരെയുള്ള നന്മയുടെ അണക്കെട്ട് നിരക്കൽ, ജ്ഞാനവും സംസ്കൃതവും കൈമുതലാക്കി കാലഘട്ടത്തിൻ്റെ മുന്നേ നടക്കുന്നവരായി മാറണം നാം. ധർമ്മസമരത്തിൻ്റെ വീതിയിൽ വിദ്യാർത്ഥിത്വം. അതെ, ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥിക്കാലം. കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 6 മുതൽ 11 വരെ പെരിന്തൽമണ്ണയിൽ. അണിചേരുക ഈ നന്മയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുമയാണ് ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം.